നമസ്തേ. നമ്മളിലേക്ക് വരുന്ന എല്ലാ ബന്ധങ്ങളും നമ്മൾക്ക് നന്മകൾ മാത്രമല്ല തരിക. അത് നമ്മുടെ ബോധം ഉണർത്താൻ കൂടിയിട്ടുള്ളതാണ്. ചില ബന്ധങ്ങൾ നമ്മൾക്ക് വളരെയധികം വേദനകൾ സമ്മാനിക്കാനായിട്ട് വരും. അത് നമ്മുടെ ഇന്നലകളുടെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് വളരെയധികം ക്ഷമയും മോചനവും പ്രാപ്തമാക്കുന്ന ബന്ധങ്ങളാണ് കർമ്മബന്ധങ്ങൾ. ഇത് നമുക്ക് വളരെയധികം വേദനകൾ സമ്മാനിക്കും. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ബോധത്തിലൂടെ ഉണർത്താൻ കഴിയണം. ഇനി അടുത്തതായി വരുന്നത് പാഠബന്ധങ്ങളാണ്. ഇവ നമ്മൾക്ക് പാഠങ്ങൾ പഠിപ്പിക്കാൻ തന്നെയാണ് വരുന്നത്. നമ്മുടെ അതിർവരമ്പുകളെ തിരിച്ചറിയാനായിട്ട്, നമ്മുടെ മൂല്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒക്കെ എത്രത്തോളം നമ്മുടെ അതിർവരമ്പുകളുണ്ടോ ആ അതിർവരമ്പിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാഠബന്ധങ്ങൾ വരുന്നത്. അവ കുറച്ച് നാളത്തേക്ക് മാത്രമേ നമ്മളിലേക്ക് നിലനിൽക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ സഹയാത്രികരായി വരുന്ന ബന്ധമാണ് ആത്മബന്ധം. അത് നമ്മുടെ ഹൃദയത്തെ തൊട്ടറിയും, നമ്മുടെ മുന്നോട്ടുള്ള വഴികാട്ടിയാകും. നമ്മുടെ നന്മയെ അവർ ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ സ്നേഹത്തിൽ ഒക്കെ ഇടപഴകിക്കൊണ്ട് നിൽക്കുന്നതാണ് ഹൃദയബന്ധങ്ങൾ, അതായത് ആത്മബന്ധങ്ങൾ. ഇനി നാലാമതായിട്ട് വരുന്ന ഒരു ബന്ധമാണ് ധർമ്മബന്ധങ്ങൾ. അത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾക്ക് ലഭിക്കുക. അത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഉയർച്ചയെ സഹായിക്കാൻ, നമ്മുടെ വീഴ്ചകളെ തിരിച്ചറിയാൻ, വീഴ്ചകളിൽ കൂടെ നിൽക്കാൻ, നമ്മുടെ നെഗറ്റീവ്സിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പോസിറ്റീവാക്കി മാറ്റാൻ എപ്പോഴും കൂടെ നിൽക്കുന്ന ബന്ധമാണ് ധർമ്മബന്ധങ്ങൾ. അത് വളരെ കുറച്ച് പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ തിരിച്ചറിയുക, എല്ലാ ബന്ധങ്ങളും നമ്മൾക്ക് വരുന്നത് നമ്മുടെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ബോധം ഉണർത്താൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ഏത് തലത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബന്ധങ്ങളും വരുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ബന്ധങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുക. അതിനുശേഷം നിങ്ങളുടെ ബോധത്തെ ഉണർത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നേറ്റം കൊണ്ടുവരിക. ഓക്കെ, താങ്ക് യു.